ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ പനീർ റോസ്റ്റ് കറിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ, ഒരു അര ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു തുണ്ട് ജീരകം അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. ആ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പച്ചക്കറികളൊക്കെ ആ സമയം കൊണ്ട് അരിഞ്ഞ് വെക്കണം. അതായത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുക. പിന്നെ കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞ സബോളകൾ, ഞാനൊരു 3-4 എണ്ണം വലിയ സബോളയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 എണ്ണം അരിഞ്ഞത് അതിങ്ങനെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞിടാം, എരിവ്. കാരണം പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന കാരണം പച്ചമുളകിൻ്റെ എണ്ണം അധികം വേണ്ട. എന്നിട്ട് നന്നായി അതങ്ങോട്ട് വഴച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇടുക, അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചതച്ചതാണ് അതിലിട്ടത്. എന്നിട്ട് അത് നന്നായി അങ്ങോട്ട് ഇളക്കി, നല്ല എന്താ പറയുക, ഒന്ന് വാടി കഴിയൂല. അപ്പം നന്നായി ഇളക്കി ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് മൺചട്ടികളിൽ വെക്കുമ്പോൾ. എല്ലാവരും മൺചട്ടിയുള്ളവരൊന്ന് വെച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് നോക്കിയപ്പോഴേക്കും അത് നന്നായി വഴന്ന് വന്നു. നന്നായി വാടി വന്നു. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയിട്ട് ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 തക്കാളി, അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ്, അത് അരിഞ്ഞ് അതിലിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മൂടി വയ്ക്കുക. തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടുവാനും എണ്ണ തെളിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ പനീർ വലിയൊരു കട്ടയാണ് എൻ്റെ. അപ്പോൾ അത് ചെറിയ പീസുകളായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ. അപ്പോൾ ആ പനീർ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചു. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് ആ പനീറൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, ടൊമാറ്റോ സോസ് അത് കുറച്ചതിലേക്ക് ഒരു 2 ടീസ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ ഒന്ന് ഗ്രേവി വേണ്ടവർക്ക് അപ്പോൾ വേണമെങ്കിൽ നിർത്താം. അതല്ല കുറച്ച് ഗ്രേവി എന്താ പറയുക, ഇത്തിരി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അത് തിളച്ചതിന് ശേഷം ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് എന്താ വെച്ചാൽ മല്ലിയിലയൊക്കെ ഇല്ലേ, മല്ലിയില ഇട്ടു. മല്ലിയില ഇടുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണല്ലോ. മല്ലിയിലയൊക്കെ ഇട്ടു. അപ്പോൾ ഗ്രേവി പാകത്തിനായി. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയാണ്. ഇതിപ്പോൾ ബിരിയാണിയുടെ കൂടെയോ അതുപോലെ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ഗീ റൈസോ പൂരിയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം കേട്ടോ.